അങ്ങനെ കണ്ട ക്രീമെല്ലാം മുഖത്ത് വാരി തേച്ച് പണി കിട്ടിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണം ദിനം പ്രതി കൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈ വൈ ബൈ കല്യാണിക്ക് കിട്ടിയ 8ന്റെ പണി ആരും മറന്നു കാണില്ലല്ലോ അല്ലെ. ഇപ്പൊ അത് അടുത്ത ആളും കൂടി, മറ്റാരുമല്ല, നമ്മുടെ ഉപ്പും മുളകു ലൈറ്റിലെ മൂത്ത മകൾ പൊന്നൂസിനാണ് പണി കിട്ടിയിരിക്കുന്നത്. കല്യാണിയെ പോലെ തന്നെ ഒരു 100 ക്രീമെങ്കിലും മുഖത്ത് തേക്കുന്ന ആളായിരുന്നു നമ്മുടെ പൊന്നൂസ്. അങ്ങനെ ഓരോന്ന് തേച്ച് ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുഖം മുഴുവനും ചുവന്ന് ആകെ പിമ്പിൾസ് ഒക്കെ വന്ന് എരപ്പായി. അവസാനം സ്കിൻ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും പൊന്നൂസിന് ഒരു വീഡിയോ കണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലും അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസൊക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്നിന് കുറച്ച് റെഡിഷൊക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്, അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. ഇപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ വന്നു പോയി ചെറിയ പ്രോബ്ലം, അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടതെല്ലാം വാരി തേക്കുന്നത് കൊണ്ടല്ലേ മുഖം ഇങ്ങനെ ആയതെന്ന് പലരും ചോദിച്ചു. പക്ഷെ അങ്ങനൊന്നുമല്ല, എന്റെ സ്കിൻ ടൈപ്പിന്റെ പ്രശ്നമാണെന്നാണ് പൊന്നൂസ് പറയുന്നത്. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇത് സത്യമല്ല. കണ്ട ക്രീം എല്ലാം വാരി തേച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ പൊന്നൂസിന് ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോ മെനിഞ്ഞാന്ന് കണ്ടും അപ്ലോഡ് ചെയ്തതാണ്. അതായത് ഡോക്ടറെയൊക്കെ കണ്ട് വന്നതിന് ശേഷം ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പൊന്നൂസ് അപ്ലോഡ് ആക്കിയ ചില വീഡിയോകളുണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കും എന്തൊക്കെയാണ് ഇവർ മുഖത്ത് തേക്കാറുള്ളത് എന്ന്. 1-2 വീഡിയോകൾ എന്തായാലും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇന്നായിട്ട് നമ്മൾ ഷോപ്പിന്റെ ഓപ്പണിംഗ്. അപ്പൊ അതിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ചെയ്യാൻ നോക്കിയാൽ അപ്പൊ അതിന് മുന്നേ തന്നെ ഈ ഒരു നൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറാണ്, അതേപോലെ നല്ല ഒട്ടിക്കെടുക്കുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഒട്ടും തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ മേലിൽ കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ നേരം കളയാതെ അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി പോയിട്ട് അപ്പൊ ഞാൻ വേഗം തന്നെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. കുളിച്ച് വന്ന് നിൽക്കണ കോലാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോണർ അടിച്ചു കൊടുക്കും. ഇത് ഞാൻ PSCD ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നല്ലൊരു ഇവന്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് മേക്കപ്പ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അതാണ്ട് സെറ്റ് ആയി വരുമ്പോൾ നമുക്ക് അടുത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അത് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഇന്നായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ മാത്രമല്ല, അമ്മയാണെങ്കിലും കുഞ്ഞിനൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫോറെവറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഇടുന്നത്. ഈ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ നാളെ യൂസ് ചെയ്യാം. കാരണം വളരെ കുറച്ചെന്ന് വേണ്ടോ, നന്നായി കവറേജും കാര്യം കിട്ടുന്ന ഫൗണ്ടേഷൻ ആയിട്ടാണ്. അതെ, വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തന്നെ 3 ബ്യൂട്ടി പ്രോഡക്ട്സ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടോ. ബാക്കി കൂടി കണ്ടോക്കാം. അതേപോലെ നന്നായി ലാസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ഫേസ് ഫുൾ ഇട്ടതിന്റെ ആവശ്യം ഞാൻ ഫേസ് സ്കാൻ്റെ കോമ്പാക്ട് ഇട്ടിട്ട് ഫേസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ ചില നേരത്ത് മാത്രം ഇടാറുള്ളൂ. പിന്നെ അതായ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ പണ്ട് മേടിച്ചതാണ്. ഇതിന്റെ ലിങ്ക് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഫേസ് സ്കാൻ്റെ ഐലൈനർ കൊണ്ട് ഇതിനായിട്ട് കണ്ണെഴുതി കൊടുത്തതൊക്കെ. പിന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. ഞാൻ തടി വെച്ചിട്ടുള്ളൂ. കവള് അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫേസ് സ്കാൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ആണ്, നല്ല കളറാട്ടാ. ഇട്ടതൊന്നും ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാന്ന് അറിയാം നമ്മൾ ലിപ്പ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏതിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ ലാക്മിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തപ്പോൾ എന്റെ മേക്കപ്പ് ആണ് തീർന്നിട്ടുണ്ട്. ഈ സെറ്റിംഗ് സ്പ്രേ നമുക്ക് 36 മണിക്കൂറോളം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാട്ടാ. പിന്നെ അതായത് ഒരു ബ്ലാക്ക് സാരി ആണ് ഞാൻ ഇന്ന് ഉടുക്കുന്നത്. അപ്പൊ അത് ഉടുത്തിട്ട് വരാം. ഞാനിവിടെ സാരി ഉടുക്കുന്നതിന്റെ ഇടയിൽ ഏട്ടന്റെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഇതാ ഞാൻ സാരി എല്ലാം എടുത്ത് വന്ന് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ മേക്കപ്പ് കഴിഞ്ഞ ടൈമിലേക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പരിപാടിക്ക് പോയി വന്നതിന് ശേഷം എടുത്ത വീഡിയോസ് ആട്ടാ. അപ്പോഴും നമ്മുടെ മേക്കപ്പിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ബൈ. കേട്ടല്ലോ, ലിങ്ക് ഒക്കെ ചേച്ചി ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. എല്ലാരും വേഗം പോയി വാങ്ങിയാട്ടെ. പെട്ടെന്ന് വാങ്ങി തേച്ചാൽ പെട്ടെന്ന് തന്നെ ചേച്ചിയെ പോലെ ആവാം. ഇങ്ങനെ തലമാരില്ലാത്ത ഓരോ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ടിപ്പോ എന്തായി? പണി കിട്ടിയില്ലേ ചേച്ചി? മൈ വൈ ബൈ കല്യാണിയുടെ അതേ അവസ്ഥ തന്നെ. കഴിഞ്ഞില്ലട്ടെ, ഇതൊക്കെ സാമ്പിള്. പൊന്നൂസ് അവരുടെ മേക്കപ്പ് ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് മക്കളെ, അത് കാണേണ്ടത് തന്നെയാണ്. കണ്ടോക്കാം. ഇനി വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് അന്തം വിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാട്ടം നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇന്ന് എനിക്കായിട്ട് കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ആദ്യം തന്നെ പറയാം, ഒട്ടും പ്രൊമോഷൻ അല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കേസ് കൊടുത്ത് മേടിച്ച് കുറച്ച് പ്രൊഡക്ട്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മാറ്റിന് കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാറുള്ള അവനാണ്. ശരി, മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുന്ന ഇപ്പൊ കെയറിംഗ് ആയി മാറിയോ? കൊള്ളാം. എന്തായാലും ഏട്ടായി കെയർ ചെയ്ത് അവസാനം ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വന്നൊന്നും പറഞ്ഞാൽ മതിയല്ലോ. കെയറിംഗ് ഒരു പൊടിക്ക് കുറയ്ക്കുന്ന നന്നായിരിക്കും. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ് കുറവുകൾ നോക്കിയിട്ട് എനിക്ക് എല്ലാം മേടിച്ചു തരാറ് അവൻ തന്നെ. ഇന്നത്തെ ഈ പർച്ചേസിങ്ങിന്റെ പിന്നിലും അവൻ തന്നെയാണ് ആള്. അപ്പൊ അത് ആദ്യം തന്നെ എടുക്കുന്ന ഒരു പെർഫ്യൂം ആണ്. സത്യം പറഞ്ഞതിന്റെ മണം എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. കാരണം അവൻ മണത്തോക്കി അവന് ഇഷ്ടപ്പെട്ടു, അവൻ മേടിച്ചു. ഇത് ഞാൻ മാത്രം അടിക്കാൻ പാടൂ എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. ഞാൻ സാധാരണ അവന്റെ വല്ല പെർഫ്യൂം എടുത്ത് അടിക്കുന്ന ഒരാളാണ്. ഇനി അങ്ങോട്ട് അത് വേണ്ടെന്ന് പറഞ്ഞാട്ടാ.
പിന്നെ എന്റെ ഫേവറേറ്റ് പ്ലമ്മിന്റെ ബോഡി ലോഷൻ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല മോയ്സ്ചറൈസിംഗും ആണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ഇത് എന്റെ ഒരു ഇഷ്ടത്തിന് മേടിച്ചതാണ്. ഈ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് മേടിച്ചത്. അടുത്ത് ഞാൻ എടുക്കുന്ന ഒരു സെറാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ. ഇത് അവൻ ചോദിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് തന്നെ മേടിച്ച സെറാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിന്റെ ശേഷം ഇതിന്റെ എല്ലാം വീഡിയോ ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ ആണ്, ഇതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ച എല്ലാ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് റൈസർ ആണ്. അത് കാർമസിയുടെ മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ ഒരുപാട് ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർമസിയുടെ ആണ്. ഞാൻ കാർമസിയുടെ തന്നെയായിട്ട് മേടിക്കാറ്. അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസ് സ്ക്രബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ടാനും കാര്യമൊക്കെ മാറി ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ മേടിച്ച ഒരു ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെറാണ്. ഇത് അവർ എൻ്റെ സ്കിൻ കണ്ടിട്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്തൊന്നുകൂടി നല്ലതായിരിക്കും എന്നിട്ട് മേടിച്ചതാണ്. ഇതൊക്കെ എൻ്റെ പരിപാടിയായിട്ട്, പക്ഷേ ഇതേ ഒരു പ്രൊഡക്റ്റ് മാത്രം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. പക്ഷെ അവർ പറഞ്ഞത് നല്ലതാണ്, ഒരുപാട് പേര് മേടിക്കുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ മേടിച്ചത് ആ ഫേസ് സ്കാനർ ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതിന്, നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് സ്കാൻ്റെ ലിപ്സ്റ്റിക് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഒരു ലിപ് ലൈനറും മേടിച്ചു, അതും ഫേസ് സ്കാനറുടെയാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കിട്ടുന്നതിൻ്റെ മൊത്തം ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മേടിക്കുന്നത്. പക്ഷേ എൻ്റെ ബില്ല് വന്നപ്പോൾ ഞാൻ തല കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം രൂപയ്ക്കുള്ള ഐറ്റംസ് ആകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം അങ്ങനെ 2 കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരിൽ ഇരിക്കുന്നതുകൊണ്ട് കാണിച്ചു തന്നൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ തയ്ക്കേണ്ട പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാർ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ യൂസ് ചെയ്ത് നോക്കി, ബാക്കി എല്ലാം അടിപൊളിയാണ്. എനിക്ക് ആ സാറത്തിന് അഭിപ്രായം മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ മേളിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ. ശരി, പ്രൊമോഷൻ അല്ല എന്നാണ് വീഡിയോയുടെ ആദ്യം ചേച്ചി പറഞ്ഞത്. എന്നാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ചേച്ചിന്റെ ഒരു കരുതൽ നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ നന്നായി കാണാൻ വേണ്ടിയാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ചേച്ചി ഒരു നന്മമരം തന്നെ. എന്നാലും എന്തുമാതിരി പ്രൊഡക്ട്സ് ആണ് അല്ലേ, 2 കൈയിലും കൂടി പിടിച്ചിട്ട് കൊള്ളുന്നില്ല. ഇതെല്ലാം കൂടി ഒരു മനുഷ്യന് മുഖത്ത് വാരി തേക്കുക എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ തവിട് കൂടെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സെൽഫ് കെയർ എന്ന് പറഞ്ഞ് എന്തോരം പൈസയാണല്ലേ ചെലവാക്കുന്നത്. പക്ഷെ സെൽഫ് കെയർ അല്ലേ, സെൽഫ് ഹാം ആണ് ചെയ്യുന്നതെന്ന് മാത്രം. ഒരു സ്ത്രീക്ക് മാറ്റി ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ എന്തോരം മേക്കപ്പ് പ്രൊഡക്ട്സ് വേണമെന്ന് നോക്കിക്കേ. ചില്ലറ ചെലവൊന്നല്ല. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മെജോറിറ്റി പ്രൊഡക്ട്സുകളും അനാവശ്യമായി വാങ്ങി തേക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് വേണമെന്ന ലൈനാണ് പലർക്കും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്കും ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാങ്ങി ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ടാകും. ചിലരൊക്കെ മേക്കപ്പ് ചെയ്ത് ആകെ കുളമാക്കുന്നത് കാണാം. ഒട്ടും മേക്കപ്പ് ഇല്ലാതെയോ അല്ലെങ്കിൽ മിനിമൽ മേക്കപ്പോടെയൊക്കെ ആയിരിക്കും പലരെ കാണാൻ നല്ല ഭംഗി. പക്ഷെ ഇതുപോലുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങി വാരി പൊത്തി ഓവറാക്കി ഉള്ള ഭംഗിയും കൂടി നഷ്ടപ്പെടുത്തുന്ന കുറെ പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി തേച്ച് മുഖം മുഴുവൻ ചുവന്ന് പിമ്പിൾസ് വന്ന് പണി വാങ്ങിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. പൊന്നൂസിനും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ക്രീം വാരി തേച്ചാൽ മുഖത്ത് പ്രശ്നമുണ്ടായതെന്ന് പൊന്നൂസ് പറയും. പക്ഷെ ക്രീം എല്ലാം തേച്ചത് തന്നെയാണ് മുഖത്തിന് പണി കിട്ടിയതെന്ന് പൊന്നൂസിന്റെ ഈ വീഡിയോകളെല്ലാം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇനി പൊന്നൂസും ഭർത്താവും ഒരുമിച്ചിരുന്ന് മുഖത്തിനും സ്കിന്നിനും പറ്റിയ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ഇപ്പൊ കുറെ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു വർഷം മുന്നേ വരെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എന്റെ ഫേസിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. 1 വർഷത്തിന് ശേഷം എനിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, ഭയങ്കര റെഡിഷ് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വരാനുള്ള കാരണം ഞാൻ എന്റെ മുന്നിൽ കാണുന്നില്ല. കാരണം അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട. മേക്കപ്പ് ബോക്സിലുള്ള ഫേഷ്യൽ ക്രീമുകളുടെ അടുത്ത് ചെന്ന് അവരോട് നിങ്ങളാണോ എന്റെ മുഖം ഇങ്ങനെ ആവാൻ കാരണം എന്ന് സ്വകാര്യത്തിൽ ചോദിച്ചാൽ മാത്രം മതി. ഞങ്ങൾ തന്നെയാണെന്ന് അവർ സമ്മതിച്ചോളൂ. ഇത്രയും കാരണമില്ലാത്ത പ്രശ്നം പെട്ടെന്ന് പൊട്ടി മുളയ്ക്കണമെങ്കിൽ വേറെ കാരണം ഒന്നും നോക്കണ്ട. കണ്ണി കണ്ടതൊക്കെ വാരി തേച്ചത് കൊണ്ട് തന്നെ വന്നതാണ്. സൺലൈറ്റ് അടിക്കുമ്പോൾ സ്കിന്ന് സെൻസിറ്റീവ് ആവുന്നു, റെഡിഷ് ആവുന്നു എന്നല്ല പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പണ്ടൊരു വൈറ്റനിങ് ക്രീം ട്രെൻഡിങ് ആയിരുന്നു. പലരും ഇത് തേച്ച് വെളുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സൂര്യപ്രകാശം തട്ടിയാൽ പൊള്ളി പോകും, പിന്നെ ചെറുതായിട്ട് കിഡ്നിയും ഒന്നും അടിച്ചു പോകും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ കാരണം അറിയില്ല എന്നൊന്നും പറയണ്ട. എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ക്രീമൊക്കെ സ്വന്തം മുഖത്ത് തേക്കുക മാത്രമല്ലല്ലോ ചെയ്തിരുന്നത്, നല്ലോണം പ്രൊമോട്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ ക്രീം തേച്ചിട്ടാണ് മുഖം ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് ഇതെല്ലാം വാങ്ങി തേച്ച ആളുകളോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ. അതാണ് എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ വെച്ച് നോർമൽ ആയിരിക്കും, ഇപ്പൊ മുഖക്കുരു വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ തട്ടി പോയി. അവസാനം എന്റെ കെട്ടിന് ഒരു പ്രാന്ത് വന്ന്. അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കുക, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ട്. ഇല്ലേട്ടാ അതാ ഇതാന്ന് ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്തായാലും അല്ല ആസ്റ്ററിലെത്തിയപ്പോ അച്ചു കാത്തുന്റെ അടുത്തുണ്ട്. പൊന്നിനോട് പൊന്നു വാ ഡോക്ടറെ കാണാം. എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടു. അല്ലേ, ഡോക്ടറെ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്റെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്.
ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. ഒരു സ്കിൻ ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് കൃത്യമായി അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകളെല്ലാം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവർക്ക് തന്നെ ഇവരുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് അറിയില്ല, എന്നിട്ടാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം വന്നിരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ വാക്കും കേട്ട് വെറുതെ കൂയി ചെന്ന് ചാടരുത്. എപ്പോഴും എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ അപ്പൊ കുറെ പേരെ എതിർക്കാൻ വരും. ഇൻഫ്ലുവൻസേഴ്സ് കഷ്ടപ്പെട്ട് ഓരോന്ന് വാങ്ങി ഞങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്, കറക്റ്റ് സ്കിൻ ടൈപ്പിനുള്ളത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നിനക്ക് എന്താണ് കുഴപ്പം, നിനക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന്റെ അസൂയല്ലേ, എന്തൊക്കെ ബഹളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഒരു ഭാഗത്ത് കല്യാണി, വേറൊരു ഭാഗത്ത് പൊന്നൂസ്. നിങ്ങളുടെ എക്സ്പേർട്ട് ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം പണി കിട്ടി കഴിഞ്ഞു. പക്ഷെ അവരുടെയൊക്കെ കയ്യിൽ നല്ല പൈസയുണ്ട്. സ്കിൻ ട്രീറ്റ്മെന്റ് എല്ലാം നല്ല കോസ്റ്റ്ലി ആണെങ്കിലും അവർക്ക് അതെല്ലാം നല്ല രീതിയിൽ അഫോർഡ് ചെയ്യാൻ കഴിയും. കാരണം ആൾക്കാരെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കിക്കണല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യം എങ്ങനെയാണോ? എല്ലാവരും ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ബാക്കി പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് എത്രത്തോളം മോശമാവണോ എന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിൽ കിടക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ അത് ചിന്തിക്കാതിരിക്കും. നിന്റെ അല്ല, പറഞ്ഞല്ലോ ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടറെ തന്ന കുറച്ച് മരുന്നുണ്ട്, അത് യൂസ് ചെയ്ത് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നതിന്റെ പാടുകളുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്ത് തരാത്തതിന്റെ റെഡിഷ് പാടുകളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. ഇതാ നോക്ക്, ആ റെഡ് കുത്തുള്ള ഇപ്പൊ കുരുക്കളായി മാറി. ആ റെഡ് കളർ വന്നിടത്തൊക്കെ ഇപ്പൊ കുരുക്കളായി മാറിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 ആഴ്ചയുടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ആ ഒരു നമുക്ക് ലൈഫ് ലോങ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ ഒരു 3 ആഴ്ച ഞാൻ വെറുതെ വിടാണ്. അപ്പൊ ഒരു 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ട് അപ്പൊ അത് കഴിക്കുമ്പോ എന്തായാലും എന്റെ മുഖത്ത് നല്ലോണം കുരുക്കൾ വരും. എങ്ങനെയൊക്കെ ആവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അതാവണെന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കണ. ആ ഒരു കാര്യം കൂടി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സ്കിന്നിന്റെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് ഭേദമാവട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം. ബൈ.